ആദ്യ ഒരു ഞെട്ടലോടെ വിന്ദയെ അവനിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. സത്യമാണോ മിത്രമോളെ? ആദി ചോദിച്ചു. ഞാൻ പ്രഗ്നൻസി കിറ്റ് ഓർഡർ ചെയ്തിരുന്നു. 1 മാസമായിട്ട് പീരിയഡ്സ് ഡിലേ ആയിരുന്നു. എനിക്ക് ചെറിയൊരു ഡൗട്ട്. ഇന്നാണ് ഡെലിവറി വന്നത്. വാങ്ങി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. നമുക്കൊന്ന് പോയി ഈ കാര്യം ചെക്ക് ചെയ്യണം. ദേവേട്ടൻ ഇവിടെ വന്നിട്ട് ദേവേട്ടനോട് പറഞ്ഞിട്ട് പിന്നെ ഇവരോട് പറയാമെന്ന് കരുതി, വിന്ദ പറഞ്ഞു. ആദി വിന്ദയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. വേദയുടെ വയറ്റിൽ വാവയുണ്ട് മിത്ര, ആദി പറഞ്ഞു. ആണോ? വിന്ദ ചോദിച്ചു. അതേടി പൊന്ന, ഇപ്പോൾ നമുക്കും വാവയായി. ചെക്ക് ചെയ്യാം കേട്ടോ, ആദി പറഞ്ഞു. ചെക്ക് ചെയ്യാം, മീനുവിൻ്റെ ഡെലിവറി കഴിയട്ടെ, എന്നിട്ട് പോയി ചെക്ക് ചെയ്യാം, വിന്ദ പറഞ്ഞു. ആദി വിന്ദയെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് റൂമിൽ കയറി കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി. ശേഷം അവൻ അവളുടെ സൈഡിലായി കിടന്നുകൊണ്ട് വിന്ദയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആദ്യമല്ലേ വിന്ദയുടെ ടോപ്പ് ഉയർത്തി വെച്ചുകൊണ്ട് ആ വയറിൽ അമർത്തി ചുംബിച്ചു. വിന്ദ ആദിയുടെ മുടിയിഴകളിലൂടെ മെല്ലെ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. ആദി അവളുടെ വയറിൽ മുഖമമർത്തി വെച്ച് ഒരുപാട് നേരം കിടന്നു. എന്തോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിന്ദയുടെ നഗ്നമായ വയറിൽ നനവ് പടർന്നു. വിന്ദ മുഖമുയർത്തി നോക്കി. അവൾ മെല്ലെ എഴുന്നേറ്റുകൊണ്ട് ആദിയുടെ മുഖം കയ്യിലെടുത്തു. എന്ത് പറ്റി കുഞ്ഞാ? വിന്ദ ചോദിച്ചു. താങ്ക് യു മിത്ര. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ടു മൈ ലൈഫ്. ആദി വിന്ദയുടെ നെഞ്ചിലേക്ക് മുഖമമർത്തിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. വിന്ദ ഒരു പുഞ്ചിരിയോടെ ആദി അവളിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ തലോടി. ആദി വിന്ദയുടെ കഴുത്തിലേക്ക് മെല്ലെ മുഖം ചേർത്തുകൊണ്ട് അവിടെ നാവുകൊണ്ട് നുണഞ്ഞെടുത്തു. വിന്ദ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കട്ടിലിൻ്റെ ആ ഹെഡ് ബോർഡിൽ ചാരി അങ്ങനെയിരുന്നു. ആദിയുടെ കൈകൾ അവളുടെ മാറിലൂടെ മെല്ലെ മെല്ലെ അലഞ്ഞമർന്നുകൊണ്ടിരുന്നു. ശേഷം ആദി മുഖമുയർത്തി വിന്ദയുടെ കവിളിലൊന്ന് ചുംബിച്ചു. അവളുടെ ചെവിയിലും നെറ്റിയിലും ചുംബിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ നോക്കി. കൈവിരൽ കൊണ്ട് വിന്ദയുടെ കീഴ്ചുണ്ടിനെ ഞെരിച്ചു പിടിച്ചുകൊണ്ട് ആ ചുണ്ടിൽ അവനൊന്ന് കടിച്ചു. ദേവേട്ടാ, വിന്ദ മെല്ലെ വിളിച്ചു. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യില്ല പൊന്നെ, ഈ കുഞ്ഞു വയറ്റിൽ വാവയുള്ളതല്ലേ, ആദി പറഞ്ഞു. ദേവേട്ടൻ പോവാണോ? വിന്ദ ചോദിച്ചു. പോവണം പൊന്നെ, മൗനി അവിടെ ഒറ്റയ്ക്കല്ലേ, ആകാശിന് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, ആദി പറഞ്ഞു. എന്നാ ദേവേട്ടൻ പോയിട്ട് വാ, നമുക്ക് ഇപ്പോൾ ഈ കാര്യം ആരോടും പറയണ്ട, ചെക്ക് ചെയ്തിട്ട് പറയാം, അതാണ് നല്ലത്. ഞാൻ സൂക്ഷിച്ചിരുന്നോളാം, ദേവേട്ടൻ പോയി വാ, വിന്ദ പറഞ്ഞു. പോയി വരാം പൊന്ന എന്ന് പറഞ്ഞ് ആദി വിന്ദയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ശേഷം അവളുടെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് ആദി അവിടെ നിന്നും ഇറങ്ങി. വിന്ദ ആദി പോകുന്നത് നോക്കി കട്ടിലിരുന്നു. മനോഹരമായ പുഞ്ചിരിയോടെ അവളുടെ കൈകൾ ആ വയറിലേക്ക് ചേർന്നു. അവളിലെ അമ്മ ഉണർന്നു. ഒരു കുഞ്ഞു നോവോടെ ആ വയറ്റിൽ കൈ അമർത്തി അവൾ മെല്ലെ വാവേ എന്ന് വിളിച്ചിരുന്നു. ശേഷം അവൾ അവിടെ കിടന്നു. വിന്ദയുടെ മനസ്സപ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ അവസ്ഥയിലായിരുന്നു. അവളൊരു പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ച് മെല്ലെ ഉറങ്ങാൻ കിടന്നു. ആദി താഴേക്ക് വരുമ്പോൾ ധ്രുവനും ദേവുവും ഉമ്മറപ്പടിയിൽ ഇരിപ്പുണ്ട്. ബാക്കിയുള്ളവർ മുറ്റത്ത് ഗാർഡൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതുവരെ തീർന്നില്ലേ? ആദി ചോദിച്ചു. അതിന് ഞങ്ങൾ ഇത് തിന്നുവല്ല, അജു പറഞ്ഞു. അതെന്താടാ, നീ ഇപ്പോൾ മണ്ണും പൂവും ചെടിയുമാണോ തിന്നുന്നത്? ആദി ചോദിച്ചു. അത് പോയിന്റ്, കൊടുക്കാതിയേട്ടാ കയ്യെ, ഇവനൊരു എല്ല് കൂടുന്നുണ്ട്, ദേവു പറഞ്ഞു. അത് ദേവേടത്തിയുടെ നാവ് എല്ലില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അജു പറഞ്ഞു. ദേ കൊച്ചു കുരുപ്പേ, പിടിച്ചിടിക്കും ഞാൻ കേട്ടോ, എൻ്റെ സ്വഭാവം മഹാ കച്ചറയാണ്, ദേവു പറഞ്ഞു. അനിയമ്മേ, അജു ചിണുങ്ങി. ചോദിച്ച് വാങ്ങുന്നതല്ലേ അജു മോനെ, നീ അവിടെ മിണ്ടാതിരിക്കെ, അനിത പറഞ്ഞു. ദേവുക്കുട്ടിയെ ഒന്നും പറയില്ലേ, ഒന്നില്ലേലും നിന്റെ കുഞ്ഞു അനിയനല്ലേ, മീര പറഞ്ഞു. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്കും മീരമ്മേ, അജു പറഞ്ഞു. ഞാനേ പോവാണേ, അവിടെ മൗനി ഒറ്റയ്ക്കാണ്, വേഗം പോണം, ആദി പറഞ്ഞു. സൂക്ഷിച്ചു പോണേ മോനെ, അനിത പറഞ്ഞു. ഞാൻ വരണോ? എബി ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കോളാം, നീ ഇവിടെ നിന്നു, നീ ടെൻഷൻ ആവണ്ട, ആദി അതും പറഞ്ഞ് കാറിൽ കയറി സ്റ്റാർട്ടാക്കി പോയി. മൗനിയെ ഒറ്റയ്ക്കാക്കി വന്നതിൽ ടെൻഷനാണല്ലേ എബി മോനെ, അജു പറഞ്ഞു. ദേ അജു, നിന്നെ ഞാൻ ഇതുവരെ എയറിലാക്കിയിട്ടില്ല, വെറുതെ എനിക്കിട്ട് വെക്കരുത്, എബി പറഞ്ഞു. ഇന്ന് ഈ അജു ആരെയാണാവോ കണി കണ്ടത്, ഇന്നീ ദിവസം ഇവൻ എയറിലാണ്, ദേവു പറഞ്ഞു. അതോടെ അജു ദേവുവിൻ്റെ അടുത്തിരിക്കുന്ന ധ്രുവൻ്റെ അടുത്ത് പോയിരുന്നു. ശേഷം കൈ ഉയർത്തി കാണിച്ചു. ദേവുവിനെയും ധ്രുവനെ മാറി മാറി നോക്കി. ഇത് ധ്രുവേട്ടൻ്റെ കാലാണ്, ഈ കാൽ ഞാൻ പിടിക്കാം, ദയവ് ചെയ്ത് ഈ സാധനത്തിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ, അജു പറഞ്ഞു. കൊച്ചെ, മിണ്ടാതിരിക്കടോ, ധ്രുവ് പറഞ്ഞു. എൻ്റെ ശിവേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു, ദേവു പറഞ്ഞു. ഓ, അജു പറഞ്ഞു. ഡോക്ടറുടെ മുന്നിൽ ഇരിക്കുവാണ് വേദയും ആകാശം. ഡോക്ടർ എന്തൊക്കെയോ ഫയൽ നോക്കി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ ഡോക്ടർ അവരെ നോക്കി.
അപ്പോൾ വേദാലക്ഷ്മി, ആകാശ്, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ അച്ഛനും അമ്മയും ആവാൻ പോവാണ്, ഡോക്ടർ ഒരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ആകാശും വേദയും മുഖത്തോട് മുഖം ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആകാശ് വേദയുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. ഇനി അടുത്ത 2 മാസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ സ്കാനിങ്, ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടർ, വേദ പറഞ്ഞു. നല്ലോണം ആരോഗ്യം ശ്രദ്ധിക്കണം, ശരീരം ഇളകിയിട്ട് ജോലിയൊന്നും ചെയ്യരുത്, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഈ 2 മാസം ഫുൾ റെസ്റ്റ് ആണല്ലേ, അതാണ് വേണ്ടതല്ലേ, ആകാശ് ചോദിച്ചു. അതെന്നെ, അപ്പോൾ ഞാൻ കുറച്ച് മെഡിസിൻ എഴുതിയിട്ട് തരാം, അതൊക്കെ ഇപ്പോൾ വാങ്ങി കഴിക്കുക, ഡോക്ടർ പറഞ്ഞു. ഓക്കെ, വേദ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കൊടുത്ത് മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കൊണ്ട് വേദയും ആകാശും ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങി. ആദ്യം ആശുപത്രിയിലേക്ക് വന്നതും ആകാശും വേദയും ക്യാബിനിൽ നിന്നും മൗനിയുടെ അടുത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ആ, 2 പേരും കൃത്യസമയത്താണല്ലോ, എന്താ ഡോക്ടർ പറഞ്ഞത്, വേദ ചോദിച്ചു. റിസൾട്ട് പോസിറ്റീവായി, ഇനി 2 മാസം കഴിഞ്ഞ് ഫസ്റ്റ് സ്കാനിങ്, വേദ പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്, മൗനി പറഞ്ഞു. താങ്ക് യു, വേദ പറഞ്ഞു. ഇനി ഇവിടെ എന്തിനാ ഭാര്യ വിളിച്ചത്, മൗനി ചോദിച്ചു. അത് അവൾക്ക് എന്നെ മിസ് ചെയ്തിട്ട്. അത് വിടു, മീനുവിന് വേദന വന്നു, ആദി ചോദിച്ചു. ഏയ്, വേദന വന്നിട്ടില്ല, ആൾ ഓക്കെയാണ് ആദിയേട്ടാ, ഇതുവരെ വേദന വന്നിട്ടില്ല, മൗനി പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് സ്റ്റാലിൻ വന്നു. അവൻ്റെ മുഖം ടെൻഷൻ കൊണ്ട് വല്ലാതെയായി. എന്ത് പറ്റിയടാ, ആദി ചോദിച്ചു. എടാ, മീനുവിന് പെയിൻ തുടങ്ങി, ഇപ്പോൾ ആ വാർഡിൽ ഇപ്പോൾ കൊണ്ടുവരും, സ്റ്റാലിൻ പറഞ്ഞു. നീ ടെൻഷൻ അടിക്കാതെ, ആകാശ് പറഞ്ഞു. അപ്പോഴേക്കും മീനുവിനെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് പ്രസവ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടവൻ അതിന് പിന്നാലെ ഓടി. മീനു, സ്റ്റാലിൻ മീനുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഇച്ചേ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഇച്ചേ, മീനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പൊന്നെ, കരയല്ലേ, സ്റ്റാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ച, മീനു വിളിച്ചു. അപ്പോഴേക്കും മീനുവിനെ ആ റൂമിലേക്ക് കയറ്റിയിരുന്നു. ആ ഡോർ മെല്ലെ അടഞ്ഞു. സ്റ്റാലിൻ നിറകണ്ണുകളോടെ അവിടെ അങ്ങനെ നിന്നു. വേദന കൊണ്ട് പിടയുന്ന മീനുവിൻ്റെ മുഖമാണ് അപ്പോഴവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത്. അപ്പോഴേക്കും അവിടേക്ക് ആദിയും മൗനിയും വേദയും ആകാശം വന്നിരുന്നു. സ്റ്റാലി, ആദി ചെന്ന് സ്റ്റാലിനെ വിളിച്ചു. ആദി എന്ന് പറഞ്ഞ് സ്റ്റാലിൻ ആദിയെ കെട്ടിപ്പിടിച്ചു. എന്തുവാടേ ഇത്, കൊച്ചു പിള്ളേരെ പോലെ, മീനുവിങ്ങ് തിരിച്ചു വരില്ലേ, ആദി സ്റ്റാലിൻ്റെ പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു. പാവം, എൻ്റെ മീനു കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, സ്റ്റാലിൻ പറഞ്ഞു. ദേ സ്റ്റാലി, ഒന്നും അറിയാത്ത പോലെ നിൽക്കല്ലേ, മീനുവിനെ ഇങ്ങനെ വേദന വന്നില്ലെങ്കിൽ ആകെ വിഷമിക്കേണ്ടത്. ഇതിപ്പോൾ അവൾ കുഞ്ഞാവയെ പ്രസവിക്കാൻ പോവാ, നീ ടെൻഷൻ അടിക്കല്ലേ, ആകാശ് പറഞ്ഞു. നീ വന്നേ, ഇവിടെ ഇരിക്ക്, ആദി പറഞ്ഞു. അതോടെ സ്റ്റാലിൻ വേദയുടെ അടുത്ത് പോയിരുന്നു. ഒരു പുഞ്ചിരിയോടെ വേദ സ്റ്റാലിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. മീനു പെട്ടെന്ന് ഇങ്ങ് വരും, വേദ പറഞ്ഞു. അല്ല പിന്നെ, നമ്മുടെ മീനു ചേച്ചി വാവേനയായി ഉഷാറായിട്ട് വരും, മൗനി പറഞ്ഞു. അത് കേട്ട് സ്റ്റാലിൻ എല്ലാവരെയും നോക്കി ഒരു നേർത്ത ചിരി ചിരിച്ചു. അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. ഒരു സമാധാനമില്ലാതെ സ്റ്റാലിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവൻ്റെ ടെൻഷൻ കണ്ടിട്ട് ആദിക്കും ആകാശിനും നല്ല പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. വേദയും മൗനിയും 3 പേരെയും ഒരുപോലെയാണ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും നല്ല ടെൻഷനിലാണ് സ്റ്റാലിൻ. അങ്ങനെ അരമണിക്കൂർ കൂടെ കടന്നുപോയി. മീനുവിനെ പ്രസവിക്കാൻ കൊണ്ടുപോയ ആ വാർഡിൻ്റെ വാതിൽ മെല്ലെ തുറന്നു. മീനാക്ഷിയുടെ ഭർത്താവ്, ഒരു സിസ്റ്റർ അവിടേക്ക് വന്നുകൊണ്ട് വിളിച്ചു. സ്റ്റാലിൻ അവിടേക്ക് ഓടിപ്പോയി. അവൻ്റെ മുഖത്തൊരു പൊതുപ്രതീക്ഷയുണ്ടായിരുന്നു. മീനാക്ഷി പ്രസവിച്ചു, ആൺകുട്ടിയാണ്, സിസ്റ്റർ പറഞ്ഞു. സ്റ്റാലിൻ്റെ മുഖം തെളിഞ്ഞു. ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന ആദിയെയും ആകാശിനെയും വേദയെയും മൗനിയെയും സ്റ്റാലിൻ നോക്കി. സിസ്റ്റർ മീനാക്ഷി, സ്റ്റാലിൻ ചോദിച്ചു. രാത്രിയോടെ റൂമിലേക്ക് മാറ്റാം, പുള്ളിക്കാരി ഓക്കെയാണ്, കുഞ്ഞിനെ ഇപ്പോൾ കൊണ്ടുവരും, സിസ്റ്റർ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. ആ സിസ്റ്റർ പോയതും അവിടേക്ക് വേറെ ഒരു സിസ്റ്റർ വന്നു. ആ സിസ്റ്ററുടെ കയ്യിൽ വെള്ള ടവലിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവർ ആ കുഞ്ഞിനെ അവിടെ നിന്നും സ്റ്റാലിന് നേരെ നീട്ടി. വിറയ്ക്കുന്ന കൈയോടെ തൻ്റെ കുഞ്ഞിനെ വാങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛനെ തിരിച്ചറിഞ്ഞ പോലെ കുഞ്ഞ് മെല്ലെ ഒന്ന് ഇളകി. സ്റ്റാലിൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഇമ വെട്ടാതെ നോക്കി നിന്നു. ആദിയും ആകാശും വേദയും മൗനിയും കുഞ്ഞിനെ ഒരു പുഞ്ചിരിയോടെ നോക്കി. വാവേ, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. കുഞ്ഞ് കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെയെല്ലാം നോക്കി കൈകൾ ഇളക്കി. ഇനി തന്നോളൂ, റൂമിലേക്ക് മാറ്റുമ്പോൾ കാണാം, സിസ്റ്റർ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞിൻ്റെ നെറ്റിയിൽ മെല്ലെ ഒന്ന് മുത്തിക്കൊണ്ടവൻ സിസ്റ്ററുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. സിസ്റ്റർ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് സ്റ്റാലിൻ ഒരു പുഞ്ചിരിയോടെ നോക്കി. അപ്പോഴും അവന് മീനുവിനെ കാണാനായിരുന്നു ആഗ്രഹം. ആദിയും ആകാശും സ്റ്റാലിനും മീനുവും ആ കുഞ്ഞ് ഉണ്ടായ കാര്യം വീട്ടിലേക്ക് വിളിച്ചു പറയുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഈ കുടുംബത്തിലെ ആദ്യ ആൺതിരിയായി പിറന്നിരിക്കുന്നു. അജു ഒരു ചിരിയോടെ പറഞ്ഞു. നമുക്കും ആൺകുഞ്ഞല്ലേ ശിവേട്ട, ദേവു ഒരു ചിരിയോടെ ധ്രുവനോട് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. അതെ, നമുക്കും ആൺകുട്ടിയാണ്, ധ്രുവൻ പറഞ്ഞു.
ആൺകൊച്ചായാലും പെൺകൊച്ചായാലും നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി. അനിത പറഞ്ഞു. ദൈവം തരുന്നത് ആൺകൊച്ചായാലും പെൺകുട്ടിയായാലും നമ്മൾ സ്വീകരിക്കണം. മീര പറഞ്ഞു. എൻ്റെ അമ്മായി, ഇതവർ ഒരാഗ്രഹം പറഞ്ഞതാ. പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും ഇവിടെ അങ്ങനെയൊരു വേർതിരിവില്ല. വിന്ദ പറഞ്ഞു. ആദ്യമായി ബുദ്ധിയുള്ളൊരു കാര്യം ആ തിരുവായിൽ നിന്നു കേട്ടു. ഗീത പറഞ്ഞു. അത് കലക്കി ഗീതാമേ, സൂപ്പർ. അജു പറഞ്ഞു. ഇവൻ എല്ലാവരെയും വശീകരിച്ച് വെച്ചിരിക്കുക കുഞ്ഞാറ്റെ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ആൺമക്കളില്ലല്ലോ. ദേവു പറഞ്ഞു. അതെ, അജു ഞങ്ങളുടെ മോനാ. ഇവനെ എന്തേലും ഒരു വാക്ക് പറഞ്ഞ പിള്ളേരെ ഇറക്കി ഇടിക്കും. കൃഷ്ണൻ പറഞ്ഞു. ഓ മോനെ, സെറ്റ് ഉമ്മ. അജു കൃഷ്ണന് ഒരു ഉമ്മ കൊടുത്തു. അതല്ല, കുഞ്ഞും അമ്മയും വരുമ്പോൾ കിടക്കാനുള്ള റൂമൊക്കെ സെറ്റാക്കണം. വിന്ദ പറഞ്ഞു. അത് വേണം. എബി പറഞ്ഞു. ഞാൻ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തരാം. എബിമോൻ അത് പോയി വാങ്ങിയിട്ട് വാ. അനിത പറഞ്ഞു. ഞാനും കൂടെ പോവാം. അജു പറഞ്ഞു. ആ, രണ്ടാളും പോയിട്ട് വാ. മുരളി പറഞ്ഞു. റൂം നല്ല വൃത്തിയായിരിക്കണം, ഒരു പൊടി പോലും പാടില്ല. അതാണ് വേണ്ടത്. സുരേഷ് പറഞ്ഞു. അതൊക്കെ റെഡിയാക്കാം. ധ്രുവ് പറഞ്ഞു. എന്നാ അനിയമ്മേ ലിസ്റ്റ് ഇട്. ദേവു പറഞ്ഞു. അനിത കുറച്ച് ലിസ്റ്റ് എഴുതി എബിയുടെ കയ്യിലായി കൊടുത്തു. എബി, കാർഡ് വേണോ? ധ്രുവ് ചോദിച്ചു. എന്ത്, റേഷൻ കാർഡാണോ? അജു ചോദിച്ചു. ഇവനെ ഇന്ന് ഞാൻ. ധ്രുവൻ ഇരുന്നിടത്തു നിന്നും വേഗം എഴുന്നേറ്റു. അടുക്കരുത്. അജു രണ്ടടി പിന്നിലേക്ക് മാറി കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട ഏട്ടാ, എൻ്റെ കയ്യിലുണ്ട് കാർഡ്. നീ വരുന്നുണ്ടോ അജു? എബി ചോദിച്ചു. പിന്നെ എന്താ, ദേ വരുന്നു. അജു എബിയുടെ കൂടെ ചാടിത്തുള്ളിപ്പോയി. മിക്കവാറും എബി ഇവനെ വല്ല കുളത്തിലും കൊണ്ടിടും. എബിയുടെ സ്വഭാവം വെച്ച് അതിനാണ് ചാൻസ് കൂടുതലുള്ളത്. അജുവിൻ്റെ പോക്ക് നോക്കി ദേവു പറഞ്ഞു. ഏകദേശം അതിന് ചാൻസ് ഉണ്ട്. വിന്ദയും പറഞ്ഞു. അവൻ പാവമാണ് പിള്ളേരെ. അനിത പറഞ്ഞു. അതെ, ഇത്രയും വയസ്സുണ്ടെങ്കിലും കൊച്ചു പിള്ളേരുടെ പോലെയാണ്. മീര പറഞ്ഞു. ഇപ്പോഴത്തെ ആൺപിള്ളേരെ പോലെ അല്ല അജു. ആ കുട്ടി കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഇങ്ങ് വരും, ഇവിടേക്കും പോവില്ല. ഗീത പറഞ്ഞു. അവൻ മിണ്ടിയില്ലെങ്കിൽ ഈ വീട് മരണവീട് പോലെയാണ്. പാവം പയ്യൻ. ലീല പറഞ്ഞു. എനിക്ക് വലിയ ഇഷ്ടമാണ് അജുവിനെ. കൃഷ്ണൻ ഒരു ചിരിയോടെ പറഞ്ഞു. നല്ലൊരു മോനാ. സുരേഷ് പറഞ്ഞു. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് അവൻ സംസാരിക്കാറുള്ളത്. പാവം. മുരളി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവൻ എല്ലാവരെയും വശീകരിച്ച് വെച്ചിരിക്കുക. ദേവു ചിരിയോടെ പറഞ്ഞു. അജു പാവമാണ്, നമ്മുടെ അനിയൻ്റെ പോലെയാണ് അവൻ. വിന്ദ പറഞ്ഞു. അതെന്നെ, പിന്നെ ഈ കളിയാക്കുന്നത് അവൻ്റെ ആ സംസാരം കേൾക്കാൻ വേണ്ടിയാണ്. ധ്രുവൻ പറഞ്ഞു. ആ, ദേവുമോളെ പോയി കുറച്ചു നേരം കിടക്കാൻ നോക്കടി, ചെല്ല്. വിന്ദ പറഞ്ഞു. അതെ, ഇവിടെ മീനുവിനും കുഞ്ഞിനും റൂം സെറ്റാക്കി വെക്കണം. ഗീത പറഞ്ഞു. മോനെ ധ്രുവ, അവളെ കൊണ്ടുപോയി കിടത്തിക്കോ, ചെല്ല്. ലീല പറഞ്ഞു. അതോടെ ധ്രുവൻ ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. അനിതയും ഗീതയും ലീലയും മീരയും വിന്ദയും കൂടെ ആ റൂം അടിച്ച് വൃത്തിയാക്കി തുടച്ചിട്ടു. റൂമിലെ ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം മാറ്റിയിട്ടു. അവർ ആ റൂം ഒതുക്കിയിട്ടു. അപ്പോഴേക്കും പറഞ്ഞ സാധനങ്ങളായിട്ട് എബിയും അജുവും വന്നിരുന്നു. അവർ വാങ്ങിക്കൊണ്ട് വന്നത് കുഞ്ഞിനുള്ള കുറച്ച് സാധനങ്ങളും മീനുവിനുള്ള സാധനങ്ങളുമാണ്. അതെല്ലാം അവിടെ ഒരു ഭാഗത്തായിട്ട് അനിതയും മീരയും ലീലയും വിന്ദയും ഗീതയും കൂടെ അടുക്കി ഒതുക്കി വെച്ചു. അപ്പോൾ ഈ റൂം ഒന്ന് വൃത്തിയായി. ഞാൻ കിടന്നോളാം മീനുവിൻ്റെ കൂടെ, അനിത പറഞ്ഞു. അതാ നല്ലത്. സ്റ്റാലിൻ മുകളിലുള്ള അവരുടെ റൂമിൽ കിടന്നോട്ടെ. കുട്ടിയുടെ പേരിടൽ ചടങ്ങ് വരെ കൂടെ കിടക്കാൻ പാടില്ല എന്നാണ്. മീര പറഞ്ഞു. അതിനൊക്കെ സമ്മതിക്കോ അവൻ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഗീത പറഞ്ഞു. ഇതൊക്കെ ആചാരമല്ലേ, അതനുസരിച്ച് വേണം നടക്കാൻ, അല്ലാതെ തോന്നിയതുപോലെയല്ല. അതുകൊണ്ട് പറഞ്ഞത് അനുസരിപ്പിക്കണം. ലീല പറഞ്ഞു. അതിനിപ്പോൾ ചാച്ചൻ സമ്മതിച്ചാലും മീന് സമ്മതിച്ചു തരും എന്ന് എനിക്ക് തോന്നുന്നില്ല. വിന്ദ പറഞ്ഞു. അതെന്താ സമ്മതിച്ചാൽ? അങ്ങനെ വേണം. കുട്ടിയുടെ 90-ന് ശേഷമാണ് ഭർത്താവിന് ഭാര്യയുടെ കൂടെ ഒപ്പം കിടക്കാൻ പറ്റൂ. അനിത പറഞ്ഞു. അതൊക്കെ നമ്മൾ പറയുന്നതല്ലേ അനിയമ്മേ, ആ കാര്യം ഇവിടെ ആരും സമ്മതിച്ചു തരില്ല. വിന്ദ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ സമ്മതിക്കില്ല. സ്റ്റാലിൻ മാറിക്കിടന്നേ പറ്റൂ. മീര പറഞ്ഞു. അതൊക്കെ ഔഷധക്കഞ്ഞിയൊക്കെ കൊടുക്കുന്നതല്ലേ, ആ സമയം ഭർത്താവിൻ്റെ സാന്നിധ്യം വേണ്ട. ലീല പറഞ്ഞു. ആ, എനിക്കറിയില്ല. എന്തായാലും ധ്രുവേട്ടനും അതുപോലെ ദേവേട്ടനും ചാച്ചനും ആകാശേട്ടനും ഒരിക്കലും സമ്മതിക്കില്ല. വിന്ദ പറഞ്ഞു. അതൊക്കെ സമ്മതിപ്പിച്ചോളാം. ഗീത പറഞ്ഞു. അമ്മമാർ രണ്ടും കലിപ്പിച്ചാണ് എന്ന് കണ്ടതും പിന്നെ വിന്ദ ഒന്നും പറയാൻ നിന്നില്ല. വൈകുന്നേരത്തോടെ മീനുവിനെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റിയിരുന്നു. നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്റ്റാലിൻ റൂമിലേക്ക് വരുമ്പോൾ കുഞ്ഞിനോട് എന്തോ നല്ല പോലെ കാര്യമായി പറയുകയാണ് മൗനിയും വേദയും. ആകാശും ആദിയും അതൊക്കെ നോക്കി ചിരിച്ച് എല്ലാം കാണുന്നുണ്ട്. മീനു കിടന്നുറങ്ങുവാണ്. കുഞ്ഞ് ഇവരെന്ത് തേങ്ങയായി പറയുന്നേ എന്ന രീതിയിൽ കിടപ്പുണ്ട്. കുഞ്ഞാവേ, ഞാൻ നിന്റെ മൗനി ചേച്ചി. മൗനി പറഞ്ഞു. മൗനി ചേച്ചി അല്ലടി, അമ്മായിയാണ്. വേദ പറഞ്ഞു. പക്ഷേ എനിക്കധികം പ്രായമായിട്ടില്ല, അതുകൊണ്ട് കുഞ്ഞൂട്ടൻ എന്നെ ചേച്ചിയെന്ന് വിളിച്ചാൽ മതി. മൗനിയുടെ ചിരിയോടെ പറഞ്ഞു. അതിന് കുഞ്ഞാവ ഒന്ന് വലുതാവട്ടെ. സ്റ്റാലിൻ പറഞ്ഞു. ആ, സ്റ്റാലിൻ നീ വന്നോ? ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാം.
ആദി പറഞ്ഞു. നീ നിന്റെ ഭാര്യനെ വിളിച്ചുണർത്തി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്ക്. ആകാശ് പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് വരാം. വേദ പറഞ്ഞു. കുഞ്ഞാവേ, മൗനി ചേച്ചി ചായ കുടിച്ചിട്ട് മടങ്ങി വരാം. മിടുക്കനായി കിടക്കണേ. മൗനി പറഞ്ഞു. ആ മതി മതി, വാ. ആദി മൗനിയുടെ കയ്യിൽ പിടിച്ചു. അങ്ങനെ അവർ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതും സ്റ്റാലിൻ വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് മീനുവിൻ്റെ അരികെ പോയിരുന്നു. അവളുടെ നെറ്റിയിൽ മെല്ലെ അമർത്തി ചുംബിച്ചു. ശേഷം അവളുടെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. മീനൂട്ടി, സ്റ്റാലിൻ മെല്ലെ വിളിച്ചു. മീനു കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു. മുന്നിലിരിക്കുന്ന സ്റ്റാലിനെ കണ്ട് അവൾ മെല്ലെ പുഞ്ചിരിച്ചു. ഇച്ചായ, മീനു മെല്ലെ വിളിച്ചു. പൊന്നേ, സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിൽ മുഖം വെച്ചുകൊണ്ട് മെല്ലെ വിളിച്ചു. ഇച്ചേ, മീനു സ്റ്റാലിൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് വിളിച്ചു. വേദനിച്ചോ പൊന്നെ? സ്റ്റാലിൻ ചോദിച്ചു. ഇല്ലല്ലോ ഇച്ചേ, നമ്മുടെ വാവയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഒരിത്തിരി വേദനിച്ചു, മീനു പറഞ്ഞു. സ്റ്റാലിൻ മീനുവിൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ആ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടിരുന്നു. തീവ്രതയോടെയും ആവേശത്തോടെയുമുള്ള ചുംബനം ഒരുപാട് നേരം നീണ്ടു നിന്നു. നമ്മുടെ കുഞ്ഞാവ എവിടെ ഇച്ചേ? മീനു ചോദിച്ചു. ദേ അവിടെ തൊട്ടിലിൽ കിടപ്പുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. ശേഷം അവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മീനുവിൻ്റെ അരികിലായി കിടത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ അവൾ മൃദുവായി ചുംബിച്ചു. ശേഷം അവൾ സ്റ്റാലിൻ്റെ നെറ്റിയിലും അമർത്തി ചുംബിച്ചു.